എല്ലാവർക്കും ഒരാളൊരു പൂതിയാണ്. ഇജ് എവിടെയാണ്, എൻ്റെ സ്ഥലം എവിടെയാണ്, ഇജ് എവിടെ, ദുബായിൽ ഇജ് എവിടെ വർക്ക് ചെയ്യണത് എന്നൊക്കെ. ഞാൻ അതാക്കണേ, ഞാൻ ഇവിടെയാണ് നിൽക്കണത്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളെ ദുബായിൻ്റെ ഒരു മാർക്കറ്റാണല്ലോ, അല്ലവീർ മാർക്കറ്റ്. അതായത് വേൾഡിലെ ഏറ്റവും വലിയ വെജിറ്റബിൾ ഫ്രൂട്ട് മാർക്കറ്റാണ്. അതിൻ്റെ ഒരു സൈഡിലാണ് നമ്മളില്ലേ. പിന്നെ ഇപ്പം നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരികയാണെങ്കിൽ ഇതാക്കണം. ഇപ്പം താടി മീശയൊക്കെ പഠിച്ചിട്ട് നല്ല രസമാണ് കാണാം. ഓന അല്ലെങ്കിൽ രസമാണ് കാണാൻ, കാരണം കാശ്മീരിലാണല്ലോ. ഓല ചോപ്പ് കാരണം നോൽമ്പ് പറ്റാണ്ട് TV ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ ഓല് പറഞ്ഞു നോൽമ്പ് പറ്റാണ്ട് ക്രിക്കറ്റ് കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോൾ ഇന്ത്യയും അതേമാതിരി ന്യൂസിലൻഡും ഇല്ല കളിയുണ്ട്. അതവിടെ ഇട്ടുകൊണ്ട് അവിടെ ഹാളിൽ നിന്നാണ്ടാണ് പൊതുവെ എപ്പോഴും നിസ്കരിക്കല്. അപ്പോൾ ഈ സമയത്ത് ഇപ്പം എന്തായാലും അവിടെ പോയാണ്ട് നിസ്കാരം നടക്കൂല. അപ്പൊ പിന്നെ മൂപ്പര് പറഞ്ഞു ചേട്ടാ പുറത്തവിടെ പോയിട്ട് മുസല്ലിട്ടാണ് നിസ്കരിച്ചു പറഞ്ഞു. അങ്ങനെ പുറത്ത് വന്ന് അവിടേക്ക് ഒന്ന് തട്ടിക്കൊട്ടി മുസല്ല അവിടെ ഇട്ടു. എന്നിട്ട് ഞാനൊന്ന് ചുറ്റും നോക്കി. അപ്പോണ്ട് മറ്റേ ആ കാക്ക ജനാലിന്റെ അവിടെ നിന്നാണ് ഇങ്ങനെ വിളിച്ചത്, എടാ ഓർഡർ വന്നിട്ട് ബേമ്പാവുകയാണ്. ഞാൻ പറഞ്ഞു നിസ്കാരം കഴിച്ചിട്ട് എന്നിട്ടേ വരുള്ളൂ. ഞാനാണെങ്കിൽ ഇതേമാതിരി ഒരു ഓപ്പൺ പ്ലേസിൽ നിന്നാണ്ട് നിസ്കരിക്കണ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അതിപ്പോൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ പിന്നാണ്ട് റെഡിയായി. പിന്നെ അവിടെ നിന്നാണ്ട് നിസ്കരിക്കണ വേറെ എന്തോ ഒരു വൈബില്ല മാതിരി ഇങ്ങനെ ഫീൽ ചെയ്യും എനിക്കിപ്പോൾ. ഇതിവിടെ ശുദ്ധജലം കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ രണ്ടാൾക്കാരുണ്ട് വെള്ളം തുറന്നിച്ചാണ് ഇങ്ങനെ അത് നിറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. കാരണം നോൽമ്പ് തുറക്കാനൊക്കെ കഴിക്കണേ. ഇവിടെ പിന്നെ വേറെ ഒരുത്ത മറ്റോളത് രണ്ടാളും കയ്യട്ടെ എന്നിട്ട് അത് എടുക്കാലെഴുതിയാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മറ്റോ എടാ നിസ്കരിച്ചാൽ നിൽക്കുമ്പോഴാണ് വീഡിയോ എടുക്കണത്. ഓനോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഓടാ അവിടുന്ന്. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ആകുമ്പോൾ പൊതുവേ തിരക്ക് കുറവാണ്. കാരണം ഞങ്ങളിവിടെ എല്ലാം മാർക്കറ്റ് ഉണ്ടല്ലോ, അല്ലവീർ മാർക്കറ്റ്. അത് പൊതുവേ ഞായറാഴ്ച ഒരു 80% ക്ലോസ് ആണ്. പിന്നെ ബാക്കിയുള്ള 20% കുറച്ച് മലയാളീസൊക്കെ തുറന്നു അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഇന്ന് അധികം തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയാൽ മതി, നമുക്ക് ടെൻഷനൊന്നും ഇല്ലാതെ സമാധാനമായിട്ട് ഇങ്ങനെ പണിയെടുക്കാം. ഒരു ഹെഡ്സെറ്റും ചെവി കുത്തിയാണ്ട് നല്ല മുട്ടില്ല പാട്ടും കേട്ടാണ് പണിയെടുക്കണം. ഇപ്പം റമദാൻ മാസമായിട്ട് മുട്ടില്ല പാട്ടൊന്നും കേൾക്കാൻ പറ്റൂല. നല്ല മൗലൂദോ ഖുർആനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ചരിത്രങ്ങളൊക്കെ ഉണ്ടാവില്ല, നല്ല കഥാരൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു ചരിത്രങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കിട്ടും. അതൊക്കെ ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ പണിയെടുക്കല്. അതാകുമ്പോൾ നമുക്ക് പണിയെടുക്കാനൊരു ഓളയിക്കാരം നല്ലൊരു രസത്തിൽ ഇങ്ങനെ പണി ഇങ്ങനെ നീങ്ങും ചെയ്യും. ഇതിപ്പോൾ കുറേ നേരമായിട്ട് കുപ്പിയിൽ ഇങ്ങനെ നടക്കണ്ടല്ലായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്, ഒരു 10 grams ഒരു കിറ്റ്. അതിൽ ഇതേമാതിരി ജ്യൂസ്, ബിരിയാണി, ഫ്രൂട്ട്സ്, അങ്ങനെ 2-3-4 ഐറ്റംസ് സാധനം ഉണ്ടാവും. അപ്പോൾ അതിനൊരു 10-20-25 ഓർഡർ ഇപ്പം ഇന്ന് ഞായറാഴ്ചയായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലാറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനും വേണ്ടിയാണ് ഇങ്ങനെ ഫില്ല് ചെയ്യണ തിരക്കാണ് ഇപ്പോൾ. നോൽമ്പ് തുറക്കാൻ ഓരോ ദിവസം ഓരോ സ്പെഷ്യലിക്കാണ്. കാരണം പാകിസ്ഥാനുള്ള റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിപ്പം തോന്നുന്നു തൈര് ഇതൊക്കെ പൊട്ടേണ്ട ഒരു ഫ്രൂട്ട് ചാട്ട് ഉണ്ടാക്കിയ ഇത് ബംഗാളി ഐറ്റംസും ആണ്. ഒക്കെപ്പാടെ കൂടിയാണ്ടാണ് നമ്മൾ കഴിക്കല്. പക്ഷെ ആ ഫ്രൂട്ട് ചാട്ട് ഭയങ്കര രസമാണ്. തൈരും പഞ്ചസാരയും അതുമാതിരി ചാട്ട് മസാലയും കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ഇത് കണ്ടോ വട്ടത്ത് കുത്തിരുന്നാണ്ട് ഒരു ഷീറ്റൊക്കെ വിരിച്ചാണ്ട് എല്ലാവരും നോൽമ്പ് തുറക്കുമ്പോൾ ഭയങ്കര ഒരുമയ്ക്കാരം ഞങ്ങൾക്ക്. നോൽമ്പൊക്കെ തുറന്നുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇവിടെ ഏകദേശം ഇന്ത്യ ജയിച്ചാനായിക്കണ്. എത്ര 11 ബോൾക്ക് 5 റണ്ണോ 7 റണ്ണറ്റ മതി. എല്ലാവരും ഇന്ത്യ ജയിച്ചിട്ടങ്ങനെ കാണാനും വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങൾ മാത്രമൊന്നുമല്ല കേട്ടോ, കുറേ ഗസ്റ്റുകൾ അതായത് കസ്റ്റമറും ഉണ്ട് ഇതിങ്ങനെ കളി കണ്ടുത്തിരിക്കണേ ഇന്ത്യ ജയിച്ചിട്ട് എത്തിയാണ്ട്. ഇവൻ പിന്നെ കാശ്മീരിലുള്ളതാണ്. ഓനക്ക് അറിയുമ്പോൾ ഇന്ത്യനോടുള്ള സ്നേഹം ഭയങ്കര കൂടുതലാണ്. ഇടക്കിടക്ക് വന്ദേ മാതരം എന്നൊക്കെ പറയുന്നുണ്ട്, ഇന്ത്യ കീ ജയ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഓരടിയിൽ നിന്നാണ് ഞാനും ഇങ്ങനെ കളി കാണാണ്. അങ്ങനെ അവസാനം ഇന്ത്യ ജയിച്ച് കഴിച്ചു. അങ്ങനെ ഓല് കെട്ടിപ്പിടിച്ചിനൊക്കെ പരിപാടിയിലാണ്. ഏതായാലും ഞമ്മക്കെന്താ വെച്ചാൽ ഭയങ്കര സന്തോഷം. കാരണം ഞാൻ അങ്ങനെ ക്രിക്കറ്റ് കളി കാണലൊന്നുമില്ല. ഇവിടെ വന്നാണ് കാല തുടങ്ങിയപ്പോൾ ഉണ്ട് ഇതായതാ. ഇവരൊക്കെ ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും ഒക്കെയാണ്. നമ്മൾ 3-4 ആൾക്കാർ മാത്രമേ ഇവിടെ ഇന്ത്യൻ്റെ ആൾക്കാരുള്ളൂ. അപ്പോൾ പിന്നെ വരുന്ന കസ്റ്റമറും പാകിസ്ഥാനികളാണ്. എല്ലാവരും ഇടയിൽ നിന്നാണ് ഇന്ത്യ ജയിച്ചപ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര സന്തോഷം കേട്ടോ. സമയം ഇപ്പോൾ ഒരു 3:20 ആയിക്കണേ. 4 മണിയാകുമ്പോഴത്തേനും എൻ്റെ ഡ്യൂട്ടി കഴിയും. അപ്പോൾ അതിൻ്റെ മുന്നേ പോയാണ്ട് അത്താഴം കഴിച്ചാണ്ട് വേഗം റൂമിലേക്ക് പോകണം. അത്താഴത്തിന് ഇപ്പോൾ എന്ത് കഴിക്കരുതാണ്ട് കിച്ചണിക്ക് ഇങ്ങനെ പോയി നോക്കിയപ്പോഴാണ് ഇതൊക്കെ പടം കാണുന്നത്. ഒരുപാട് ഐറ്റംസ് കറികളുണ്ട്. ഏത് കഴിക്കുന്നില്ലോ ഭയങ്കരമായിട്ട് ഡൗട്ടേന്. ഇതിപ്പോൾ ചിക്കൻ്റെ എന്തോ കറിയാണ്. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ പേരെന്നെ ഞാൻ പഠിച്ചിട്ടില്ല. കുറേ ഐറ്റംസ് ഉണ്ടായതുകൊണ്ട് എല്ലാം ഈ പാകിസ്ഥാനി ഫുഡല്ലേ. പാകിസ്ഥാൻ ഫുഡിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഭയങ്കര ഓയിലി കാരം. അപ്പോൾ പിന്നെ ഞാനത് കഴിക്കാനും അധികം വല്ലാതെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ചോറ് എന്ന് പറഞ്ഞാൽ നമ്മളെ പച്ചരി ചോറ് തന്നെ. പിന്നെ മൂപ്പര ചെമ്പൊന്നും എടുത്ത് എന്താ വെച്ചാൽ ദാൽ കറി ഇല്ലേ, അതായത് പരിപ്പ് കറി ഓല സ്റ്റൈലിൽ വേണ്ടിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇത് പിന്നെ നമ്മളെ പൊറാട്ടൻ്റെ ഉസ്താദ് നിസാംബായി മൂപ്പരിപ്പം എന്താ വെച്ചാൽ പൊലച്ചൊക്കെ നമുക്ക് കുറച്ച് കസ്റ്റമർ ഉണ്ടാവും. അപ്പോൾ ഓലിക്കും വേണ്ടിയാണില്ലേ പൊറോട്ട ഇങ്ങനെ തയ്യാറാക്കി കൊണ്ടുവയ്ക്കണേ. അപ്പം ഞാൻ എന്തായാലും കുറച്ച് ചോറും അതേമാതിരി ഈ ചിക്കൻ കറി ഉണ്ടല്ലോ, ഇതല്ല അതിനപ്പുറത്തിൽ വെള്ള, അതിപ്പോൾ പുതിയ ഐറ്റംസ് ഇന്നും ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് നോക്കാതെ ചെയ്യാണ്ട് അത് രണ്ടും ഇങ്ങനെ കഴിക്കാനുള്ള പരിപാടിയാണ്. വേഗം പോയാണ്ട് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാണ്ട് വേഗം ഡ്യൂട്ടിയും കഴിഞ്ഞാണ്ട് നേരെ റൂമിൽ പോവുക. റൂമിൽ പോയാണ്ട് കുളിച്ച് മാറ്റിയാണ്ട് സുബൈ നിസ്കരിച്ചാണ്ട് ഒറ്റ ഉറക്കം. ഉറങ്ങി നീച്ച് കഴിയുമ്പോൾ ഡ്യൂട്ടിക്ക് വരാനായി.